Hello everyone, this is Meera and welcome to my channel. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിലേറ്റിവിറ്റി ബൈ സാറ ഹോ. ഈ എൻറ്റയർ പോയം ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടെയാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ക്വസ്റ്റൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ പോയറ്റ്? സാറ ഹോ ആണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അവരൊരു ചൈനീസ് ബ്രിട്ടീഷ് പോയറ്റാണ്, എഡിറ്ററാണ്, മാത്രമല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അവർ ജനിച്ചത് ഹോങ്കോങ്ങിലാണെങ്കിലും അവർ സെറ്റിൽഡ് ആയത് UK യിലാണ്. ഇത്രയുമാണ് സാറ ഹോവിനെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് എ പോയം ഡെഡിക്കേറ്റഡ് ടു? ഈ പോയം സാറ ഹോ ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദ ഗ്രേറ്റ് ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ്. മാത്രമല്ല സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു ഷോർട്ട് ഫിലിമിൽ റിലേറ്റിവിറ്റി എന്ന ഈ പോയം റിസൈറ്റ് ചെയ്തിട്ടുമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പോയം എന്തിനെ പറ്റിയാണ്? ഈ പോയം ഒരു സോണറ്റാണ്. 14 വരികളുള്ള പോയത്തിനെയാണ് സോണറ്റ് എന്ന് പറയുന്നത്. കവി ഇതിൽ സയൻസ് കോൺസെപ്റ്റും പോയറ്റിക് ഇമാജിനേഷനും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കവിത മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല നമ്മളോട് പറയുകയാണ് യൂണിവേഴ്സിലെ പല മിസ്റ്ററീസ് എക്സ്പ്ലോർ ചെയ്യാനും അതുമാത്രമല്ല ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന പല അനിശ്ചിതാവസ്ഥകളെ വെൽക്കം ചെയ്യാനുമാണ് ഈ പോയത്തിൽ കൂടെ കവി നമ്മളോട് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റെഫറൻസ് ഓഫ് ദ ടൈറ്റിൽ റിലേറ്റിവിറ്റി? റിലേറ്റിവിറ്റി റെഫർ ചെയ്യുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയാണ്. അത് പിന്നീട് സ്റ്റീഫൻ ഹോക്കിങ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയും കൂടിയാണ്. ഇനി ആദ്യത്തെ 2 വരി പറയാം. സപ്പോസ് നമ്മളൊരു ഡാർക്ക്നെസ്സിൽ ഇരുട്ടിൽ പെട്ടുപോവാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ വികാരം എന്ന് പറയുന്നത് പാനിക്കാണ്, പേടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്? കാരണം പരിചിതമായിട്ടുള്ളതൊന്നും ചുറ്റുമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത് അൺനോൺ ആയിട്ടുള്ള എന്ത് സംഭവത്തിനെയും നമ്മൾക്ക് ഭയമാണെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്ത 4 ലൈൻസ് നോക്കാം. ഈ 4 ലൈൻസിൽ കവി പറയുന്നത് 2 കോൺസെപ്റ്റിനെ പറ്റിയാണ്. ഒരു സയൻറ്റിഫിക് കോൺസെപ്റ്റും ഒരു പോയറ്റിക് ഇമാജിനേഷനെ പറ്റിയാണ് പറയുന്നത്. അതിൽ സയൻറ്റിഫിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ലൈറ്റിൻ്റെ ഡബിൾ നേച്ചർ കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ്, അത് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ലൈറ്റിന് 2 തരം നേച്ചറാണ് ഉള്ളത്, ഒന്ന് വേവ് നേച്ചറും ഒന്ന് പാർട്ടിക്കിൾ നേച്ചറും. ഇത് പ്രൂവ് ചെയ്യുന്ന ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനെ കമ്പയർ ചെയ്യുന്നത് ഗ്രേ ഹൗൺസിൻ്റെ റേസിങ്ങുമായിട്ടാണ്. ഗ്രേ ഹൗൺസ് എന്ന് വെച്ചാൽ റേസിംഗ് ഡോഗ്സ് ആണ്. റേസിംഗ് ഡോഗ് ട്രാക്കിൽ ഓടുന്ന സമയത്ത് ഇതിൻ്റെ സൈസോ ഷേപ്പോ കൃത്യമായിട്ട് അളക്കാൻ സാധിക്കില്ല. ലൈറ്റിൻ്റെ ഒരു പ്രത്യേക എഫക്റ്റ് കാരണം ഇതിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഇതിൻ്റെ സൈസോ ഷേപ്പോ നമുക്ക് ആകെ കൺഫ്യൂഷൻ. കണ്ടു നിൽക്കുന്ന കാണികൾക്ക് ഇത് പട്ടി ഏതാണോ, അതിൻ്റെ ഷാഡോ ഏതാണോ, അതിൻ്റെ സൈസ് ഏതാണോ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. അതേ ഒരു ഫീലിംഗ് ആണ് സ്ലിറ്റ് തിയറിയിൽ, സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ലൈറ്റ് സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ, സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ്, ലൈറ്റ് പാസ് ചെയ്ത് പോയി ലബോറട്ടറിയുടെ വോളുമേ സ്ട്രൈപ്പായിട്ട് ഈ ലൈറ്റ് ചെന്ന് വീഴുകയാണ്. അപ്പോൾ ഈ രണ്ടും കമ്പയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പോയറ്റിക് ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സയൻറ്റിഫിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോയറ്റ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 4 ലൈൻസ് നോക്കാം. ഈ 4 ലൈൻസിൽ പോയറ്റ് പറയുന്നത് യൂണിവേഴ്സിലും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒന്നും ഷുവറായിട്ട് ഇല്ല എന്നുള്ളതാണ്. അതിനെ കമ്പയർ ചെയ്യുന്നത് മിഡ് നൈറ്റ് സൈറൻ ആയിട്ടാണ്. മിഡ് നൈറ്റിൽ സൈറൻ മുഴങ്ങുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കറിയില്ല, അതൊരു അനിശ്ചിതാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സും ലൈഫും അതുപോലെ തന്നെയാണ്. ഇതിൽ കൂടി വേറൊരു സയൻറ്റിഫിക് കോൺസെപ്റ്റ് കവി ഒളിച്ചു കിടത്താൻ ശ്രമിക്കുകയാണ്. അത് ദ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയും. ഡോപ്ലർ ഇഫക്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഒരു മിഡ് നൈറ്റ് സൈറൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒച്ച കൂടുന്നതെന്നും അത് അകലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒച്ച കുറഞ്ഞു വരുന്നതും എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത 2 വരിയിൽ കവി ഹേർട്ട്ലിംഗ് ട്രെയിനിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഹേർട്ട്ലിംഗ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മറ്റൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ദാറ്റ് ടൈം ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ടൈം ഒട്ടും കോൺസ്റ്റൻ്റ് അല്ല, അത് ഓരോ ഒബ്സർവറിന് അനുസരിച്ച് ടൈം വ്യത്യാസമാണ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ആ തോട്ട് എക്സ്പെരിമെൻറ്റ്? സപ്പോസ് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ, ആൻഡ് ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു ഹൈ സ്പീഡിൽ. അതിൻ്റെ ഉള്ളിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കാണുന്നത് പോലെ ആയിരിക്കില്ല പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കാണാൻ സാധിക്കുന്നത്. ട്രെയിനിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് ഈ പ്രോസസ്സ് വളരെ സ്പീഡിൽ നടക്കുകയും പുറത്തു നിന്ന് നോക്കുന്ന നിങ്ങൾക്ക് ഈ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ടൈമും കൂടും. നിങ്ങളുടെ ഡിസ്റ്റൻസ് ട്രെയിനായിട്ട് കൂടുതലായതുകൊണ്ട് ഇത് കാണുന്ന പ്രോസസ്സിൻ്റെ ടൈമും കൂടുതലായിരിക്കും. പുറത്തുനിന്ന് ഈ ഫ്ലാഷ് ലൈറ്റ് ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? ടൈം ഡയലേഷനാണ് സംഭവിക്കുന്നത്. ടൈം ഡയലേഷൻ എന്ന് വെച്ചാൽ സ്ലോവിങ് ഡൗൺ ഓഫ് ടൈം. ഈ സയൻറ്റിഫിക് കോൺസെപ്റ്റിനെ കവി കമ്പയർ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ആഫ്റ്റർനൂൺ ആയിട്ടാണ്. എന്താണ് പെർഫെക്റ്റ് ആഫ്റ്റർനൂൺ? നമുക്കറിയാം ആഫ്റ്റർനൂണ് പൊതുവേ ഭയങ്കര ലേസി ആൻഡ് ലോങ് ആയിരിക്കും അല്ലേ? ഈവനിങ് പോലെയോ മോർണിംഗ് പോലെയോ അത് ഫാസ്റ്റായിട്ട് പോവില്ല. ആഫ്റ്റർനൂൺ എപ്പോഴും വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് ഒരു പോയറ്റിക് ഇമാജിനേഷൻ, പെർഫെക്റ്റ് ആഫ്റ്റർനൂൺ എന്ന പോയറ്റിക് ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടൈം ഡയലേഷൻ എന്ന സയൻറ്റിഫിക് കോൺസെപ്റ്റിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അവസാനത്തെ 4 ലൈൻസ് നോക്കാം. അങ്ങനെ ടൈം ഡയലേഷനെ കുറിച്ച് പറഞ്ഞ അവസാനം ബ്ലാക്ക് ഹോൾസിൽ എത്തി നിൽക്കുകയാണ് കവി. ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ള ഒരു ഫീൽഡാണ്. ഈ ഫോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈവൻ പാരലൽ ലൈൻസ് വരെ ഇൻ്റർസെക്റ്റ് ചെയ്യും, കൂട്ടിമുട്ടും എന്നാണ് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻസുകളാണ്. പക്ഷേ ബ്ലാക്ക് ഹോൾസിലെ ഇൻറ്റൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇവർ കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഈവൻ സ്റ്റാർ ലൈറ്റ് വരെ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ ബെൻഡാവും. സോ ഇതിക്കൂടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഈവൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പോസിബിൾ ആണ് എന്നാണ് കവി ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദി എൻഡിങ് ഓഫ് ദ പോയം. ഈ പോയം അവസാനിക്കുന്നത്, സോണറ്റ് അവസാനിക്കുന്നത് വളരെയധികം പോസിറ്റിവിറ്റിയിലും ഹോപ്പിലുമാണ്. എന്താണ് കവി ഇവിടെ പറയുന്നത്? കവി പറയുന്നത് ഇറ്റ്സ് വെരി നാച്ചുറൽ, പാനിക് ആവുന്നത് വളരെ നാച്ചുറലാണ് ഫെമിലിയർ ആൻഡ് അൺനോൺ സിറ്റുവേഷനിൽ. പക്ഷേ അതൊന്നും നമ്മളെ ഫെർദർ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നിന്നും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ എത്ര ഇരുട്ടിൽ പെട്ട് കഴിഞ്ഞാലും പതിയെ നമ്മളുടെ കണ്ണുകൾ എങ്ങനെയാണോ ആ ഇരുട്ടായിട്ട് പൊരുത്തപ്പെടുന്നത്, എത്ര ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാലും, എത്ര അൺഫെമിലിയർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മളും അതുപോലെ തന്നെ ഈ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടും എന്നാണ് പറയുന്നത്. The question, what is the effect of enjambment in the poem? എന്താണ് എൻജാംമെൻറ്റ്? അതൊരു പോയറ്റിക് ഡിവൈസാണ്. ആ പോയറ്റിക് ഡിവൈസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് വരികൾ ഇങ്ങനെ ഒഴുകുകയാണ്. വിത്തൗട്ട് പോസ് ഓർ പങ്ക്ച്വേഷൻ, കുത്തോ കോമയോ ഒന്നുമില്ലാതെ ഫസ്റ്റ് വരി രണ്ടാമത്തെ വരികളിലേക്ക് ഒഴുകുകയാണ്. ഇതെന്തിനാണ് എൻജാംമെൻറ്റ് ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു സെൻസ് ഓഫ് ഫ്ലോ, പെട്ടെന്ന് പോയം ഫ്ലോ ചെയ്യുന്നത് പോലെയും അതുപോലെ തന്നെ ഒരു സർപ്രൈസ് എലിമെൻ്റ് ഉള്ളത് പോലെയും വായനക്കാരിൽ കൂടുതലൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. എൻജാംമെൻറ്റിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ വാട്ട് ഷുവർ ഇൻ എ യൂണിവേഴ്സ് ദറ്റ് ഡോപ്ലേഴ്സ് എവേ ലൈക്ക് എ സൈറൻസ് മിഡ്നൈറ്റ് ക്രൈ. അവിടെ അവസാനിക്കുന്നതിന് പകരം രണ്ടാമത്തെ വരിയിൽ പുതിയ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ദേ സേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ടാമത്തെ സെൻറ്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ അത് മൂന്നാമത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ എൻജാംമെൻറ്റ് ഉപയോഗിക്കുന്നത് കാരണം അത് രണ്ടാമത്തെ സെൻറ്റൻസിലേ ഉപയോഗിച്ചേക്കാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ഫുൾ സ്റ്റോപ്പോ കോമയോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു അബ്രപ്റ്റായിട്ട് ഒരു പുതിയൊരു സെൻറ്റൻസ് കവി അവിടെ ചേർത്തിരിക്കുകയാണ്. ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എൻജാംമെൻറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലിറ്റററി ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം? പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എൻജാംമെൻറ്റ്, മെറ്റഫർ ആൻഡ് സിമിലി തുടങ്ങിയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ആണ് പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്.